ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന തെറ്റുകാരിയല്ല എന്ന ആ ഒരു വലിയ സത്യം നല്ല സെറ്റപ്പായിട്ട് വന്ന് തെളിയിച്ചു നമ്മുടെ മനു തെളിയിച്ച ഓരോ സത്യങ്ങൾക്ക് മുന്നിലും ചൂളി വിളറി വെളുത്ത് ഇങ്ങനെ ബാലചന്ദ്രനടക്കം മക്കളടക്കം ഭാര്യ എല്ലാവരും നിൽക്കേണ്ടി വന്നു. അവസാനം മക്കൾ രണ്ടുപേരും ജീവനും കൊണ്ട് ഇറങ്ങി ഓടി കേട്ടോ. 3 പേരും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വൈജയും അവിടെ നിന്ന് തടി തപ്പുക. കാരണം ഇനി ഇവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കാൻ വയ്യ. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ അലീനയെ ബാലചന്ദ്രനകത്തേക്ക് വിളിക്കുന്നു. പക്ഷെ അലീന പൊയ്ക്കോളാം എന്നും പറഞ്ഞ് വിങ്ങിപ്പൊട്ടി കരഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനു കൈ പിടിച്ച് അലീനയെ വീടിനകത്തേക്ക് കൊണ്ടുവരിക. അത് കഴിഞ്ഞ് മനു നേരെ പോകുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്ക്. മുത്തശ്ശിയോട് ചെന്ന് മുത്തശ്ശിയുടെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ച പെൺകുട്ടി എന്തിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ മനുവിനോട് പറയാം. ആ സമയത്ത് അലീന എന്നും പറഞ്ഞൊരു വിളി നമ്മുടെ മനു വിളിച്ചു. അലീന വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ മുത്തശ്ശി ഞെട്ടിപ്പോയി. മോളേന്ന് വിളിച്ച ഒരു ഒറ്റ കരച്ചിൽ മുത്തശ്ശിന്ന് വിളിച്ച അലീനയും. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും മാനസിക അടുപ്പം അവിടെ കാണിക്കും കേട്ടോ. അങ്ങനെ അലീനയോട് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു മനു പറഞ്ഞനുസരിച്ച് അലീന അകത്തേക്ക് കയറി വന്നു. മുത്തശ്ശിക്ക് എന്തോരം സങ്കടമായെന്ന് അറിയോ. എൻ്റെ മോളെ അവരിവിടെ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ പറയാം. മുത്തശ്ശിക്ക് അപ്പോൾ ഫോണില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ മുത്തശ്ശി മനുവിനോട്. മനു എന്നിട്ട് മുത്തശ്ശിക്ക് ഫോൺ മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞു. എന്നാലും എല്ലാവരും ചേർന്ന് അലീനയെ ഇതുപോലെ ഇവിടെ ഇട്ട് ക്രൂശിച്ചപ്പോൾ മുത്തശ്ശിക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് മനു ചോദിക്കാം. അതിന് എൻ്റെ വാക്കൊക്കെ ആര് കേൾക്കാനാടാ കൊച്ചേ, ഞാൻ അവളോട് പറഞ്ഞതാ. പക്ഷേ എൻ്റെ വാക്കിനൊന്നും പുല്ലുവില പോലും വൈജയന്തി തന്നില്ല. അവളുടെ സ്വഭാവം നിനക്കറിയാവുന്നല്ലേ എന്ന് ചോദിച്ചു. ആരുടെ സ്വഭാവം അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഒരിക്കലും നിരപരാധിയായിട്ടുള്ള ഒരാളെ ഈ രീതിയിലൊന്നും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് മനു പറയാം. ഇനിയിപ്പോൾ അലീനെ ഇവിടെ നിർത്തുന്നത് മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നും അവൾക്ക് എല്ലാ പ്രൊട്ടക്ഷനും മുത്തശ്ശി കൊടുക്കണം എന്നും മനു പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോളെ ഇനി പൊന്നുപോലെ നോക്കിക്കോളാടാ, ആരെക്കൊണ്ട് ഒന്നും ഞാൻ പറയിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ മനുവിനോട് പറയാം കേട്ടോ. അങ്ങനെ എന്തായാലും മുത്തശ്ശിയും അതുപോലെ മനുവും അലീനയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീനയോട് മനു പറഞ്ഞു, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനല്ലേ ഉള്ളത്. എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും എന്നെ വിളിച്ചാൽ മാത്രം മതി, അതിന് മടി കാണിക്കാതിരുന്നാൽ മതിയെന്ന്. പിന്നെ എനിക്ക് ഒരു ഗ്ലാസ് ചായ കിട്ടുമോ എന്നിങ്ങനെ മനു ചോദിക്കുമ്പം എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അലീന അങ്ങോട്ടേക്ക് പോയി. മഴവില്ല മനു അന്നേരം പറഞ്ഞു. അപ്പോൾ അലീന തിരിഞ്ഞു നോക്കാം. മഴവില്ലോ എവിടെ? മഴവില്ലേ ഇപ്പം അലീനയുടെ മുഖത്തുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് അലീനയ്ക്ക് ആരുടെ മുന്നിലും തല കുനിക്കേണ്ട കാര്യമില്ലെന്ന്, തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനു ഇങ്ങനെ അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഈ സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അലീന നേരെ അടുക്കളയിലേക്ക് പോണു. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മനു അവിടെ നിന്ന് മുത്തശ്ശിയായിട്ട് സംസാരിക്കുമ്പോൾ മുത്തശ്ശി പറയാം, നീ ചെയ്തതേ ഒരു പുണ്യമാടാ മോനെ. കാരണം ആ കുട്ടി എത്ര നല്ല കുട്ടിയാണെന്ന് നിനക്കറിയോ. ഇന്നത്തെ കാലത്ത് അതുപോലെ ഒരു പെൺകൊച്ചിനെ ഒന്നും കണി കാണാൻ പോലും കിട്ടത്തില്ല. അങ്ങനെയുള്ളതിനെയാ ഇത്രയും വലിയൊരു ദ്രോഹം ചുമത്തി ഇവിടുന്ന് ഇറക്കി വിടാൻ നോക്കിയത്. ഒരിത്തിരി സ്നേഹം അതിന് കൊടുത്താൽ മതി മുത്തശ്ശി. അതിൻ്റെ ഇരട്ടിയായിട്ട് അവൾ തിരിച്ചു തരികയും ചെയ്യും, അവൾ ജീവിക്കുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മനു അലീനയെ പറ്റി മുത്തശ്ശിയോട് പറയുക. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ മുത്തശ്ശിയും കൊച്ചുമോനും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു. എന്തായാലും നീ വന്നത് നല്ല സമയത്താണ്. ഹരി എന്ന് പറയുന്ന നിൻ്റെ അനിയനുണ്ടല്ലോ, അവനെ നീ സൂക്ഷിച്ചോളണം. അവനാൾ മഹാവെടക്ക എന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഏതായാലും ഇതോടുകൂടി അവൻ്റെ മേൽ എപ്പോഴും തൻ്റെ ഒരു കണ്ണുണ്ടാകുമെന്നുള്ള കാര്യം മനു അന്നേരം മുത്തശ്ശിയോട് പറയുക. അങ്ങനെ അവർ ഈ കാര്യമൊക്കെ സംസാരിച്ചു. ഈ നേരത്താണ് നമ്മുടെ അലീന അവിടെ അടുക്കളയിൽ മനുവിനുള്ള ചായ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും വൈജയന്തി അടുക്കളയിലേക്ക് വന്നു. അന്നേരം തടുത്തപ്പ് ഊരിപ്പോയത്. എന്നിട്ട് ഇപ്പോൾ വന്നേക്കുക. അപ്പോൾ അലീന അവിടെ നിന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ അലീനയെ തുറച്ചു നോക്കി ഇങ്ങനെ നിൽക്കുക വന്നിട്ട്. അപ്പോൾ അലീനെ പെൺപിള്ളയെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ, തൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എന്നെ തോപ്പിച്ചിട്ട് അധികകാലം ഇവിടെ വാഴാമെന്ന് നീ വിചാരിക്കണ്ട എന്ന് വൈജയന്തി വന്ന് അലീനയോട് പറയുന്നു. അങ്ങനെ യാതൊരുവിധ അതിമോഹങ്ങളും എനിക്കില്ല, അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ഈ ഒരു ജീവിതം മടുത്ത് നിൽക്കുക ഞാനെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാടി പിന്നെ വലിഞ്ഞു കയറി ഇവിടെ വന്ന് കിടക്കണം, പോയ വഴി പോയിക്കൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മനുവേട്ടനും അതുപോലെ ബാലചന്ദ്രൻ സാറും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. അവർ എന്നോട് കാണിക്കുന്ന മര്യാദയ്ക്ക് എനിക്ക് തിരിച്ചൊരു മര്യാദ കൊടുക്കേണ്ട ആ ഒരു ബാധ്യതയുണ്ട്, അതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. അതിൽ മേഡം ആവശ്യമില്ലാത്തതൊന്നും കാണുകയോ ചെയ്യുകയോ വേണ്ടാന്ന് പറഞ്ഞു. ഇനിയും മേഡത്തിനെ കുറ്റപ്പെടുത്താനും മേഡത്തിൻ്റെ ഓരോന്ന് കാണാതെ പോകുമ്പോഴും തലയിൽ കൊണ്ടേ പഴിചാരാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഉള്ളത് മേഡത്തിന് സൗകര്യമായിരിക്കും എന്ന് നമ്മുടെ അലീന അങ്ങ് പറയാം. ഒരു വാക്കിന് പോലും അലീന വൈജയുടെ മുന്നിൽ വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞപ്പോഴത്തേക്കും വൈജയന്തിക്ക് കലി വന്നു. എല്ലാം കൂടെ തട്ടി തെറിപ്പിച്ചിട്ട് പുള്ളിക്കാരി ഒറ്റ പോക്ക് അങ്ങ് പോയി. അലീന അവിടെ നിന്നിങ്ങനെ തൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും
ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. പോകാനായിട്ട് വൈജ ഇറങ്ങി വന്നു. അപ്പോൾ നീ പോകുവാണെന്ന് ചോദിച്ചു. എന്നും പറഞ്ഞൊരു പോക്ക് അങ്ങ് പോയി കേട്ടോ. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച സാധനമാണല്ലോ. അങ്ങ് ഇറങ്ങിപ്പോയി. ഭർത്താവിന് പോലും ഒരു വിലയും കൊടുക്കാതെ ഇങ്ങനെ വായി തോന്നുന്നതും പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവമായതുകൊണ്ട് വലിയ ആൾ കളിച്ച് അങ്ങ് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന മനുവിന് ചായ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മനു ചായ ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴത്തേക്കും ബാലചന്ദ്രനും വന്നു. ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കാം. ആ സമയത്ത് മനു ഭക്ഷണം കഴിച്ചോന്ന് ബാലചന്ദ്രൻ ചോദിച്ചു. ഇല്ല, ഞാനൊന്നും കഴിക്കാതെ വന്നോന്ന് പറഞ്ഞു. അപ്പോൾ അലീനയോട് കഴിക്കാൻ എടുത്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്കിള് കഴിച്ചില്ലേന്ന് ചോദിച്ചപ്പോൾ ഞാനും കഴിച്ചില്ല, ഇന്നത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം എടുത്ത് കൊടുക്കുക അലീന. അപ്പോൾ ഇവർ രണ്ടുപേരും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുന്നു. ഈ സമയത്ത് അലീനയോട് കഴിച്ചോ എന്ന് ഇവർ ചോദിച്ചു. അപ്പം കഴിച്ചില്ല. അവൾ കഴിക്കാനുള്ള വഴിയൊന്നുമില്ല. കാരണം രാവിലെ അടുക്കളയിൽ കയറി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവൾ പോകാൻ നോക്കിയതാണെന്ന കാര്യം അവിടെ പറയാം ബാലൻ. അപ്പോഴേക്ക് അലീനയോടും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അലീനയും കാപ്പി എടുത്തുകൊണ്ട് വരുന്നു. എന്നിട്ട് അലീന അവിടെ മാറി ഇങ്ങനെ നിന്ന് കഴിക്കുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മനു പറഞ്ഞു, ഇത് എന്താ ഇത് ഇങ്ങനെ നിന്ന് കഴിക്കുന്നത്? വാ വന്നിവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു. വേണ്ട, ഞാനിവിടെ നിന്നോളാന്ന് പറയുമ്പോൾ ബാലനും പറഞ്ഞു, വാ വന്നിവിടെ ഇരുന്ന് കഴിക്കുക അലീനെ, മോള് വാ എന്നും പറഞ്ഞ് വിളിച്ച് അടുത്തിരുത്തു. എന്നിട്ട് മനുവിൻ്റെ അരികിൽ വന്ന് അലീന ഇരുന്നു. അപ്പോൾ മനു ആണെങ്കിൽ കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ 3 പേരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഈ സമയത്താണെങ്കിൽ അലീനയെ പറ്റി അങ്കിളിനോട് നമ്മുടെ മനു പറയുവാണ്, ഈ വീട്ടിൽ അങ്കിളിൻ്റെ മക്കളെ സംശയിച്ചാൽ പോലും അലീനയെ സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും നല്ല കുട്ടിയെ അങ്കിളിന് മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല എന്ന്. അങ്ങനെ അലീനയെ പറ്റിയൊക്കെ മനു ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടപ്പോൾ തനിക്ക് പറ്റിയ തെറ്റുകൾ ആലോചിച്ച് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങനെ ഇരിക്കുക. ഇനി ഇങ്ങനെ ഒരു തെറ്റ് പറ്റില്ല എന്നും പറഞ്ഞു. അങ്ങനെ സംസാരവും കാര്യങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം മനു എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. ഈ സമയത്ത് ഈ വൈജ, അതായത് ഹരി ചെന്ന് കമലയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അതിൻ്റെ പുറകെ വൈജയും കമലയെ വിളിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറഞ്ഞങ്ങ് പിടിപ്പിച്ചു. മനുവിന് അലീനയുടെ കാര്യത്തിൽ എന്തോ വലിയൊരു ഇതുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇന്നത്തോടുകൂടി അവൾ ഇറങ്ങിപ്പോയേനെ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തിയും പറയുക കേട്ടോ. അപ്പോൾ ഒരു 10-21 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അഭിമാനത്തിന് അല്ലെങ്കിൽ മാനത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ സ്വന്തം കുടുംബത്തിലെ പയ്യൻ നല്ലവനാണെന്നുള്ള രീതിയിലാണ് വൈജയന്തി കമലയോട് സംസാരിക്കുന്നത്. ആൺകുട്ടികളല്ലേ, അവരുടെ പ്രായത്തിൻ്റെ തിളപ്പ്, അവർ ആ ഒരു പ്രായത്തിൻ്റെ കുസൃതിയൊക്കെ കാണിക്കുന്നതാണ് എന്നാണ് അലീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ വൈജയന്തി പറയുന്നത്. അവിടെ അലീനയുടെ അഭിമാനത്തിന് യാതൊരു വിലയും വൈജയന്തി കൊടുത്തിട്ടില്ല. അങ്ങനെ അലീന ചീത്തയാണെന്നുള്ള രീതിയിൽ അങ്ങ് എഴുതി തള്ളി. അങ്ങനെ അലീനയാണ് ഇപ്പോഴും കുറ്റക്കാർ, അവൾ പോയ വഴി പോയേനെ. അപ്പോഴത്തേക്കും മനു പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗുകളൊക്കെ അടിക്കുവാണ് വൈജയന്തി. ഇതിൻ്റെയൊക്കെ ആവശ്യം മനുവിനുള്ളതാണോ, എന്തിനവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. അങ്ങനെ ഈ സംസാരവും കാര്യങ്ങളും ഇതെല്ലാം അവർ തമ്മിൽ സംസാരിച്ചിട്ട് ഫോൺ അങ്ങ് വെച്ചു. ഇപ്പോൾ രക്തം തിളച്ച് നിൽക്കുകയല്ലേ കമല അവിടെ. മകൻ വരുമ്പോഴത്തേനും എടുത്ത് താണ്ഡവമാടാൻ പാകത്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും മനു തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ മോനെ കാത്തിങ്ങനെ നിൽപ്പുണ്ട്. നീ ഇത് എവിടെ പോയതാടാ? ഞാനെവിടെ പോയതാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ഇപ്പം തന്നെ ന്യൂസ് വന്ന് കാണുമല്ലോ. എന്നെ വൈജ വിളിച്ചിരുന്നു. നീ എന്തിനാടാ അവളുടെ കാര്യത്തിലൊക്കെ ഇടപെടാൻ പോകുന്നത്? നീ എന്തിനാ ആവശ്യമില്ലാതെ അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത്? അവളുടെ പാട് നോക്കി പോകില്ലായിരുന്നു എന്നൊക്കെ അമ്മ മോനോട് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? അമ്മയൊരു സ്ത്രീയല്ലേ. ഒരു പെണ്ണിൻ്റെ അഭിമാനവും മാനത്തിനും വില പറയുന്നിടത്ത് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു? ഒരു തെറ്റും ചെയ്യാത്ത ആ പെണ്ണിനെ അമ്മയുടെ മോനാണ് ചീത്തയാക്കിയത്. അവളെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിയതും അതിനെ വഴിയാധാരമാക്കാൻ നോക്കിയത് അമ്മയുടെ മോൻ എന്താ അത് ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ ചെറുപ്പമല്ലേ, അവൻ്റെ പ്രായത്തിൻ്റെ ഇതവൻ കാണിച്ചു. അവൾ എന്തെങ്കിലും ഒന്ന് കാണിക്കാതെ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അതിന് അലീനയെ കമല കുറ്റം പറയാം. അപ്പോഴത്തേക്കും മനുവിന് ദേഷ്യം വന്നു. മിണ്ടി പോകരുതെന്ന് പറഞ്ഞു. നിങ്ങളൊരു അമ്മയാണോ എന്ന് ചോദിച്ചു. സ്വന്തം മകൻ ചെയ്ത തെമ്മാടിത്തരത്തിന് അന്യ പെണ്ണുങ്ങളെ കുറ്റം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് മനു കമലയോട് ചോദിക്കുക. അങ്ങനെ അമ്മയും മോനും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അപ്പോഴത്തേക്കും കമല ചോദിച്ചു, അവൾക്ക് വേണ്ടി ഇത്രമാത്രം വാദിക്കാൻ നിൻ്റെ ആരാടാ അവൾ? എൻ്റെ ആരുമല്ല, പക്ഷേ എനിക്ക് നിരപരാധിയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്നതിൽ കൂട്ടു നിൽക്കാൻ പറ്റില്ല എന്നും മനു പറഞ്ഞു. അത്രയ്ക്കെങ്കിൽ ഇതാണെങ്കിൽ നീ അങ്ങ് അവളെ കെട്ടിക്കോടാന്ന് കമല കലി കയറി പറയാം. അത് ഞാൻ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്നത് പോലെ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം, അമ്മ അതിൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കമല ഞെട്ടിപ്പോയിട്ടോ. മനു ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുമെന്ന് ഒട്ടും കമല പ്രതീക്ഷിച്ചില്ല. വന്നു നിനക്ക് എന്ത് തോന്നിയാസം പറയാൻ നായോടാന്ന് ചോദിച്ചപ്പോൾ തോന്നിവാസമല്ല, അമ്മയായിട്ട് പറഞ്ഞതല്ലേ, അമ്മ പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. നാളെ അലീനെ കെട്ടണമെന്ന് തോന്നിയാൽ ഞാൻ കെട്ടും, അതിന് എനിക്ക് ആരുടെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ല എന്ന് മനു പറയുക കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്കും കമല അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. ഏതായാലും വടി കൊടുത്ത് അടി മേടിച്ച് നമ്മുടെ കമല ഇങ്ങനെ നിൽക്കണം. മനു പറയാനുള്ള കാര്യങ്ങളങ്ങ് മോനെ നോക്കിയില്ലെങ്കിൽ അമ്മ തന്നെ കരയേണ്ടി വരുമെന്നും പറഞ്ഞ് മനു അങ്ങ് പോയി.
കമലയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലേക്ക് നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായി. നമ്മുടെ വൈജയന്തിക്ക് ഇപ്പം ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കാനൊക്കെ ഒരു ചളിപ്പൊക്കെയാണ്. എന്നാലും നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ റൂമിലിരിക്കുന്നു. ചേച്ചി വന്ന് അങ്ങനെ അടുത്തിരുന്നു. നീ എന്താ രാവിലത്തെ കാര്യത്തെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കാത്തതെന്ന് ബാലൻ ചോദിക്കുമ്പം അത് അവിടെ വെച്ചങ്ങ് കഴിഞ്ഞു പോയതല്ലേ, പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്താ സംസാരിക്കാനായിട്ടുള്ളത് എന്ന് ചോദിച്ചു. മനു എല്ലാം ഇവിടെ വിളിച്ചു പറഞ്ഞ് സത്യം തെളിയിച്ചതിൽ നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? അവനെ നിന്റെ ശത്രുവായി കാണാൻ വലിയ താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതുവരെ ശത്രുവായിട്ട് കണ്ടിട്ടില്ല. ഇനി എന്താ ശത്രുവായിട്ട് കാണണോ? കാണണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഇവള് വലിയ ആൾ കളിക്കി വൈജ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജേ, നിനക്കും 2 പെൺകുട്ടികളാണ് വളർന്നു വരുന്നതെന്ന് നീ ആലോചിക്കണം. അത് ചിന്തിച്ച് വേണം നീ സംസാരിക്കാനെന്ന് പറയുമ്പം എൻ്റെ പെൺമക്കളെ അവളെ പോലെ അല്ല. എൻ്റെ മക്കളെ എങ്ങനെ ഏത് രീതിയിൽ ജീവിക്കണമെന്നും എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണമെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. അല്ലാതെ എവിടുന്നോ വലിഞ്ഞു കയറി വന്നവളെ വെച്ച് എൻ്റെ പിള്ളേരെ നിങ്ങൾ അളക്കാനോ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താനോ നിൽക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ മനു പറഞ്ഞത് നിൻ്റെ മകൻ്റെ കാര്യം, പൈസയൊക്കെ എവിടെ പോയെന്ന് മനു ചോദിച്ചപ്പോൾ നീ എന്തേ ഒന്നും മിണ്ടാതിരുന്നെന്ന് ബാലചന്ദ്രൻ ചോദിച്ചു. അതൊക്കെ വേറെ വഴിക്ക് വന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് മകനെ അവിടെയും ന്യായീകരിക്കുക. അങ്ങനെ വൈജയന്തിയുടെ വായ അടപ്പിക്കാൻ ബാലചന്ദ്രൻ മാക്സിമം കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ട്. എൻ്റെ പൊന്നോ മതി. ഇപ്പതേ നമ്മുടെ രോഹിത്തിന് അലീനയുടെ നേരെ ചെല്ലാൻ വരെ നാണക്കേടായിപ്പോയി. കാരണം അലീനയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതാണല്ലോ ഈ രോഹിത്ത് അലീനയെ കൊണ്ട് പറഞ്ഞുണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ചിങ്ങമാസം അല്ലെങ്കിൽ നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.